Hi everybody, AEC2 Advanced English Language Skills for Commerce and Management. So today in this paper we are going to discuss the chapter The Gift of Magi. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ടൈറ്റിൽ ദ ഗിഫ്റ്റ് ഓഫ് മജൈ എന്നാണ്, ഗിഫ്റ്റ് ഓഫ് മാഗി എന്നല്ല. അതെന്താണ് അങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ കഥയുടെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നേരെ ചാപ്റ്ററിലേക്ക് വരാം. ദ ഗിഫ്റ്റ് ഓഫ് മജൈ ഈസ് എ ഫേമസ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഒ ഹെൻറി. ഒ ഹെൻറി എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു ചെറുകഥയാണ് ദ ഗിഫ്റ്റ് ഓഫ് മജൈ. The story is about a poor young couple, Jim and Della, who love each other deeply but have very little money. സോ ഈ കഥ എന്ന് പറയുന്നത് ഒരു പുവർ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള കപ്പിളിനെ കുറിച്ചാണ്. ജിം ആൻഡ് ഡെല്ല, ഇതാണ് അവരുടെ പേര്. അവർ പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ആകെയൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടുപേർക്കും പൈസ ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഓൺ ക്രിസ്മസ് ഈവ്. ഈ കഥ നടക്കുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. വെൻ ബോത്ത് ഓഫ് ദെം വാണ്ട് ടു ബൈ എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ ദ അതർ. രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ അവരുടെ കയ്യിൽ പൈസ ഇല്ല. എന്നാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണ്. Because they are poor, each of them sacrifices their most valuable possession to buy a present. രണ്ടുപേരുടെയും കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള പൊസിഷൻ, അവരുടെ കയ്യിലുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം അവർ സെല്ല് ചെയ്തുകൊണ്ട്, വിറ്റുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓർക്ക് ഇത് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഓക്കെ, ഇപ്പോൾ ജിമ്മ് തൻ്റെ കയ്യിലുള്ളൊരു സംഭവം വിറ്റുകൊണ്ട് ഒരു ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം ഡെല്ലയ്ക്ക് അറിയില്ല. അതുപോലെ തന്നെ ഡെല്ല തൻ്റെ വാല്യുബിൾ ആയുള്ളൊരു സംഭവം വിറ്റുകൊണ്ട് ഒരു ഗിഫ്റ്റ് ജിമ്മിന് വേണ്ടിയിട്ട് മേടിക്കുന്നത് ജിമ്മിനും അറിയില്ല. പരസ്പരം അറിയാതെയാണ്, സർപ്രൈസ് ഗിഫ്റ്റാണ്. സോ through this simple situation, the story shows the true meaning of love, sacrifice and giving. അപ്പോൾ ഈ ഒരു ചെറിയൊരു സിമ്പിൾ സിറ്റുവേഷനാണ് ഈ ഒരു കഥയുടെ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ മീനിങ് ഓഫ് ലവ്, സാക്രിഫൈസ്, ഇതൊക്കെയാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. ഇൻ ദ എൻഡ്, ഈ കഥയുടെ അവസാനത്തിൽ ദ നരേറ്റർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ജിം ആൻഡ് ഡെല്ല ആർ ലൈക്ക് ദ മജൈ, ദ വൈസ് മെൻ, ബിക്കോസ് ദെയർ ഗിഫ്റ്റ് കം ഫ്രം ജെനുവിൻ ലവ്. ഈ കഥയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഇവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിനെ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഗിഫ്റ്റ് മേടിച്ച് ഇവരുടെ ആ ഒരു ജിമ്മിൻ്റെയും ഡെല്ലയെയും ഇവർ ഈ റൈറ്റർ മജയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് മജയ് എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ആർ ദ വൈസ് മെൻ. ഇനി ആരാണ് അവരെന്നുള്ളത് എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ ഞാനത് പറയാം. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മാത്രം മനസ്സിലാക്കി വെക്കുക, റൈറ്റർ ഇവരെ മജയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ദ ഗിഫ്റ്റ് ഓഫ് മജയ് എന്ന് പറയുന്നത്. ഡെല്ല ഹാസ് ഓൺലി $1.87 to buy എ ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ഹർ ഹസ്ബൻഡ് ജിം. സോ തൻ്റെ ഹസ്ബൻഡായ ജിമ്മിന് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ആകെ അവരുടെ കയ്യിലുണ്ടായിരുന്നത് $1.87 മാത്രമാണ്. ഷി ഫീൽസ് സാഡ് ബിക്കോസ് ദ മണി ഈസ് നോട്ട് ഇനഫ് ഫോർ എ ഗുഡ് പ്രസൻറ്റ്. അവർക്ക് വളരെ സങ്കടമാവുകയാണ്, കാരണം ഈ പൈസ കൊണ്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ കഴിയില്ല. ജിം ആൻഡ് ഡെല്ല ആർ പുവർ ബട്ട് ദേ ലവ് ഈച്ച് അതർ വെരി മച്ച്. രണ്ടുപേരും പുവറാണ്, പക്ഷേ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹിക്കുന്നു. ദെയർ മോസ്റ്റ് വാല്യുബിൾ തിങ്സ് ആർ. ഇനി ഇവരുടെ ഏറ്റവും മോസ്റ്റ് വാല്യുബിളുള്ള തിങ്സ് എന്തൊക്കെയാണെന്ന് കഥയിൽ പറയുന്നുണ്ട്. ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിന് ഒരു ഗോൾഡ് വാച്ച് ഉണ്ട്. അത് ഭയങ്കര ഇയാൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇയാളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഡെല്ലയെ സംബന്ധിച്ചിടത്തോളം ഡെല്ലാസ് ലോങ് ഹെയർ. ഡെല്ലയ്ക്ക് നീളമുള്ള മുടിയാണ് ഉള്ളത്, ഭംഗിയുള്ള നീളമേറിയ മുടിയാണുള്ളത്. ഇത് രണ്ടുമാണ് ഇവരുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഇത് വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഡെല്ല ഡിസൈഡ്സ് ടു സെൽ ഹെർ ബ്യൂട്ടിഫുൾ ഹെയർ ടു ഗെറ്റ് മണി. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഡെല്ല തൻ്റെ ആ നീണ്ട മുടി അവളത് വിൽക്കുകയാണ്, അതായത് കട്ട് ചെയ്തിട്ട് അത് മുടി മുറിച്ച് കൊടുക്കുകയാണ്. ഷീ സെൽസ് ഹെർ ഹെയർ ടു മാഡം സോഫ്രൈൻ ഫോർ $20. $20 മാഡം സോഫ്രൈന് തൻ്റെ മുടി അവൾ വിറ്റു. വിത്ത് ദ മണി, ആ പൈസ കൊണ്ട് ഷീ ബൈസ് എ പ്ലാറ്റിനം ചെയിൻ ഫോർ ജിംസ് വാച്ച്. അപ്പോൾ ആ കിട്ടിയ പൈസ കൊണ്ട് ജിമ്മിൻ്റെ വാച്ചിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റിനം ചെയിന് ഇവൾ ഗിഫ്റ്റായിട്ട് മേടിച്ചു.
ഷീ റിട്ടേൺസ് ഹോം. അങ്ങനെ അവൾ സന്തോഷത്തോടെ വീട്ടിലെത്തി. ആൻഡ് വറീസ് അബൌട്ട് ജിംസ് റിയാക്ഷൻ ടു ഹെർ ഷോർട്ട് ഹെയർ. തൻ്റെ മുടി മുറിച്ചതാണല്ലോ, അപ്പോൾ ജിമ്മിൻ്റെ റിയാക്ഷൻ എന്താണ് എന്ന് വിചാരിച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വെൻ ജിം കംസ് ഹോം, ജിം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹി ഈസ് ഷോക്ക്ഡ് ടു സീ ഹെർ ഹെയർ കട്ട്. അപ്പോൾ ഇവരുടെ തൻ്റെ വൈഫിൻ്റെ മുടി മുറിച്ചത് കാണുമ്പോൾ ഷോക്കാവുന്നുണ്ട്. ജിം ഗീവ്സ് ഡെല്ല എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഹെർ ഹെയർ. അപ്പോൾ ഇവിടെയുള്ളൊരു സർപ്രൈസ്, ഇവിടെ ഈ കഥയിലൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ജിമ്മും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തൻ്റെ വാല്യുബിളായൊരു പൊസിഷൻ സെല് ചെയ്തുകൊണ്ട്. ജിമ്മ് മേടിച്ച ഗിഫ്റ്റ് എന്താണെന്നറിയോ? ഒരു ചീർപ്പാണ്. അതായത് തൻ്റെ വൈഫിൻ്റെ ആ നീണ്ട മുടി ചീകി ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീർപ്പ് മേടിച്ചുകൊണ്ട്, നല്ലൊരു അടിപൊളി ചീർപ്പ് മേടിച്ചുകൊണ്ടാണ് അയാൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ യൂസ്ലെസ്സായി മാറുകയാണ്, കാരണം മുടിയില്ല. ഓക്കെ, അതായത് ഡെല്ല തൻ്റെ മുടി വിറ്റിട്ടാണ് ജിമ്മിനുള്ള ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജിമ്മിന് എങ്ങനെയാണ് പൈസ കിട്ടിയത്, ഈ ചെറുപ്പ് മേടിക്കാനുള്ള പൈസ കിട്ടിയെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട്, നോക്കാം. ഡെല്ല ഗീവ്സ് ജിം ദ വാച്ച് ചെയിൻ ഷീ ബൗട്ട്. ഡെല്ല താൻ മേടിച്ച വാച്ചിൻ്റെ ആ ചെയിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ബട്ട് ജിം ഹാഡ് സോൾഡ് ഹിസ് വാച്ച് ടു ബൈ ദ കോംസ്. അപ്പോഴാണ് അവൾ അറിയുന്നത് ജിമ്മ് തൻ്റെ ആ ഒരു വാച്ച്, ജിമ്മിന് ഇഷ്ടപ്പെട്ട ആ ഒരു വാച്ച് വിറ്റിട്ട് അതിന് കിട്ടിയ പൈസ കൊണ്ടാണ് ഈ ഒരു മനോഹരമായ ബ്യൂട്ടിഫുള്ളായുള്ള ഒത്തിരി കോംസ് മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പേരും അവരുടെ വാല്യുബിളായിട്ടുള്ള തിങ്സ് വിറ്റിട്ട് പൈസ മേടിച്ച് ഗിഫ്റ്റുകൾ പരസ്പരം മേടിക്കുന്നു. പക്ഷേ ഈ ഗിഫ്റ്റുകൾ യൂസ്ലെസ് ആയിട്ട് മാറുകയാണ്, ഉപയോഗമില്ലാതെയായിട്ട് മാറുകയാണ്. ബോത്ത് ഗിഫ്റ്റ്സ് കനോട്ട് ബി യൂസ്ഡ് ബട്ട് ദേ ഷോ ദ ട്രൂ ലവ് ആൻഡ് സാക്രിഫൈസ്. പക്ഷേ ആ രണ്ട് ഗിഫ്റ്റും യൂസ്ലെസ് ആയി എന്ന് പറയുന്ന തീമല്ല ഈ കഥയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അവരുടെ ട്രൂ ലവ്, അവരുടെ സാക്രിഫൈസ്, അതാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇനി ആ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് നോക്കൂ. ദ സ്റ്റോറി സേസ് ജിം ആൻഡ് ഡെല്ല ആർ വൈസ് ലൈക്ക് ദ മജായ് ബിക്കോസ് ദേ ഗിവ് വിത്ത് ലവ്. അപ്പോൾ ഈ കഥയുടെ ഏറ്റവും അവസാന ഭാഗത്ത് മജയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് റൈറ്റർ. അപ്പോൾ ആരാണ് ഈ മജയ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ദ മജയ് വെർ വൈസ് മെൻ. അതായത് ഈ മജയ് എന്ന് പറയുന്നത് വെർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ബൈബിളിൽ നിന്നുള്ള ഒരു കണക്ഷനാണിത്, ബൈബിളിൽ നിന്നുള്ളൊരു റെഫറൻസാണിത്. ബൈബിളിലാണ് ഇവരുള്ളത്, വൈസ് മെൻ. അപ്പോൾ അവർ ഹു brought valuable gifts to the baby Jesus on Christmas. അതായത് ക്രിസ്മസിൻ്റെ അന്ന് ബേബി ജീസസ്, അതായത് ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ഇവർ പുറപ്പെടുകയും ഉണ്ണിയേശുവിന് വേണ്ടിയിട്ട് ഒരുപാട് വാല്യുബിൾ ആയുള്ള ഗിഫ്റ്റ്സ് മേടിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കണക്ഷനാണ്, ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസാണ് ഇവിടെ ഹെൻറി കഥാകാരൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഈ ലവേഴ്സിൻ്റെ സാക്രിഫൈസ്, അവരുടെ ആ ഒരു ഇഷ്ടം, അപ്പോൾ ഇതൊക്കെ മജയുമായിട്ട്, അതായത് ദ മജയ് എന്ന് പറയുന്ന വൈസ് മെന്നുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. സോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ട്രൂ ലവ് ആൻഡ് സാക്രിഫൈസ്. സോ സ്റ്റുഡൻസ്, hope you understood. Anyway, bye all. Thank you.